ഇത് നീറ്റ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ദാറ്റ് ഇസ് കോഡ് 47. ഓക്കെ, അപ്പോൾ നീറ്റ് എഴുതിയവർ പറയുന്നുണ്ട് സാർ ഇത്തവണ നീറ്റ് ഭയങ്കര ടഫായിരുന്നു, അതായത് ഫിസിക്സ് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. സോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് ഒരു ജെയ് മെയിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. അതായത് ശരിയാണ്, ഇത്തവണ ഫിസിക്സ് ഭയങ്കര ടഫായിട്ടാണ് ചോദിച്ചത്. അതായത് ഒരു 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ഫിസിക്സ് ഏറ്റവും ടഫായിരുന്നു. അത് ടഫ് എന്ന് പറയാൻ കാര്യം ഒന്ന് ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെന്തി ആയിരുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചത്. കണ്ടോ, ഇത്രയും ലെന്തി ക്വസ്റ്റ്യൻസ് ഒക്കെ 1 മിനിറ്റ് കൊണ്ട് വായിച്ച് സോൾവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പോൾ പലർക്കും സമയം തികഞ്ഞില്ല. ഒരു 20-25 ക്വസ്റ്റ്യനെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പലരും പറയുന്നുണ്ട്. സോ ശരിയാണ്, പരീക്ഷ ടഫായിരുന്നു. അതുമാത്രമല്ല ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ജെയ് ബാച്ചിലൊക്കെയാണ് ചെയ്യിക്കുന്നത്. അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് പിള്ളേർക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യിക്കേണ്ട ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ഇത് ജെയിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ജെയ് അഡ്വാൻസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് ഈ ക്വസ്റ്റ്യൻ, ഇത് ജെയ് അഡ്വാൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രഷർ ചേഞ്ചും പിന്നെ മെനിസ്കസിൻ്റെ ഷേപ്പ് വെച്ച് കമ്പൈൻ ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ ജെയ് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നീറ്റ് ഇത്തവണ എന്തായാലും ഉറപ്പായിട്ടും ഭയങ്കര ടഫായിരുന്നു. സോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷ ടഫാണെങ്കിൽ കട്ട് ഓഫ് എന്തായാലും കുറവായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഹൈ കട്ട് ഓഫ് ആണ് പോയത്. അതായത് 660 640 മാർക്കൊക്കെയാണ് ലാസ്റ്റ് റാങ്ക് പോയത് ഗവൺമെൻറ് സീറ്റ്. അപ്പോൾ ഇത്തവണ എന്തായാലും ഒരു 605 അല്ലെങ്കിൽ 610 എന്തായാലും കട്ട് ഓഫ് ഭയങ്കര കുറവായിരിക്കും. അത് പരീക്ഷനെ മാത്രമല്ല വേറെ കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. എത്ര പേര് പരീക്ഷ എഴുതി, പിന്നെ സീറ്റ് എത്ര ഉണ്ട്, അതനുസരിച്ച് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാളും കട്ട് ഓഫ് കുറവായിരിക്കും. കാരണം പരീക്ഷ എത്തണം ഭയങ്കര ടഫായിരുന്നു. കൂട്ടത്തിൽ കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും ഈസി, ബയോളജി ലെന്തി ആയിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറയുന്നുണ്ട്. ഫിസിക്സ് ഇത്തവണ ഭയങ്കര ടഫായിരുന്നു. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായി. അതായത് ഇത്തവണ ബേസിക് മാത്തമാറ്റിക്സും ഭയങ്കരമായിട്ട് ചോദിച്ചു. അതായത് ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഡബിൾ ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. 1 ഡയമെൻഷനിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യനെ പണ്ട് 2015 ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് അത്രയും ടഫ് അല്ലായിരുന്നു. ഇത് കുറേ കൂടി ടഫാണ്. 2 തവണ ഡിഫറൻഷിയേറ്റ് അതിൽ കിട്ടത്തുള്ളൂ. സോ ബേസിക് മാത്തമാറ്റിക്സും അറിയാമത്തെ കുട്ടികൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിട്ട് തോന്നി. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യന് ഇത്തവണ ഭയങ്കര ടഫായിരുന്നു. സോ എന്തായാലും പരീക്ഷ കഴിഞ്ഞു. സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം കട്ട് ഓഫ് എന്തായാലും കുറവായിരിക്കും. ബാക്കി ഈ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനൊക്കെ നമ്മൾ അതിൻ്റെ സൊല്യൂഷനും അതിൻ്റെ ആൻസർ കീ എല്ലാം നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ പോയി നോക്കിയാൽ മതി. സോ താങ്ക് യു.